നമസ്കാരം. മാർക്കിംഗ് ഓഫും ഡ്രില്ലിംഗ് ത്രൂ ഹോൾസും എന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാവും. എന്താണ് ഡ്രില്ലിംഗ് എന്ന് പ്രസ്താവിക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രിൽ ഹോൾ സെൻറ്ററുകൾ മാർക്ക് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീനിൽ കൃത്യമായ സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുക. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോളുകളിലൂടെ ഡ്രില്ല് ചെയ്യുക. ഖരപദാർത്ഥങ്ങളിൽ വൃത്താകൃതിയിലുള്ള ഹോളുകൾ നിർമ്മിക്കുന്നതിന് റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു മെറ്റൽ കട്ടിംഗ് പ്രക്രിയയാണ് ഡ്രില്ലിംഗ്. ഒരു ഡ്രില്ലിംഗ് മെഷീനിലാണ് ഡ്രില്ലിംഗ് പ്രവർത്തനം നടത്തുന്നത്. വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങൾ ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനെ ട്വിസ്റ്റ് ഡ്രിൽ എന്ന് വിളിക്കുന്നു. ഒരു ഹോൾ എന്നത് സാധാരണയായി ഖരാവസ്ഥയിലുള്ള ഒരു പ്രത്യേക മാധ്യമത്തിലോ അതിലൂടെയോ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. രണ്ട് തരം ഹോളുകളുണ്ട്: ബ്ലൈൻഡ് ഹോൾ, ത്രൂ ഹോൾ. ഒരു ബ്ലൈൻഡ് ഹോൾ വർക്ക് പീസിൻ്റെ മറുവശത്തേക്ക് കടക്കാതെ ഒരു നിർദ്ദിഷ്ട ആഴത്തിൽ ഡ്രിൽ ചെയ്തവയാണ്. ഒരു ത്രൂ ഹോൾ വർക്ക് പീസിലൂടെ പൂർണ്ണമായും കടന്നു പോകുന്നു. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് സി ചാനലിൻ്റെ സൈസ് പരിശോധിക്കുക. ഒരു ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് എല്ലാ ഔട്ടർ ഫേസുകളും ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 90 mm ഇൻറ്റു 74 mm ഇൻറ്റു 40 mm സൈസിലേക്ക് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വെച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് അതത് സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ത്രൂ ഹോൾസ് ഡ്രിൽ ചെയ്യുന്നതിനായി മാർക്കിംഗ് ഓഫ് ചെയ്യുക. സി ചാനലിൻ്റെ മുകൾ സർഫേസിൽ വീണ്ടും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ ജോബ് സപ്പോർട്ട് ചെയ്യുക. സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 17 mm, 37 mm, 57 mm അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 15 mm, 33 mm, 51 mm എന്നീ അകലങ്ങളിൽ ലൈനുകൾ വരയ്ക്കുക. സെൻറ്റർ പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ ഡ്രോയിംഗ് പ്രകാരം ഡ്രിൽ ചെയ്യേണ്ട ഹോളുകളുടെ സെൻറ്ററുകൾ മാർക്ക് ചെയ്യുക. സ്പിൻഡിൽ സ്പീഡ്. റെവല്യൂഷൻസ് പെർ മിനിറ്റിലുള്ള സ്പിൻഡിൽ സ്പീഡ് ഒരു സമവാക്യം ഉപയോഗിച്ച് കണക്കാക്കുന്നു. N ഈസ് ഈക്വൽ ടു V ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ D ഇൻറ്റു പൈ RPM. ഇവിടെ V എന്നത് കട്ടിംഗ് സ്പീഡ്, അതായത് മീറ്റർ പെർ മിനിറ്റിൽ. D എന്നത് ഡ്രിൽ ബിറ്റിൻ്റെ വ്യാസം, മില്ലിമീറ്ററിൽ. പൈ എന്നത് 22 ഡിവൈഡഡ് ബൈ 7 ആണ്, അതായത് 3.1412. ഒരു ഹോൾ ഡ്രിൽ ചെയ്യേണ്ട വസ്തുക്കളുടെ തരം അടിസ്ഥാനമാക്കിയാണ് പട്ടികയിൽ നിന്ന് കട്ടിംഗ് സ്പീഡ് തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു MS പ്ലേറ്റിൽ ഒരു 8 mm ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യണമെങ്കിൽ കട്ടിംഗ് സ്പീഡ് ഇങ്ങനെ കണക്കാക്കുന്നു. V ഈസ് ഈക്വൽ ടു പട്ടിക പ്രകാരം MS മെറ്റീരിയലിനുള്ള തിരഞ്ഞെടുത്ത കട്ടിംഗ് സ്പീഡ് 30 meters/minute ആണ്. അതിനാൽ N ഈസ് ഈക്വൽ ടു
30 into 1000 divided by 8 into 3.14 RPM. N is equal to 1194.26 RPM. 1194.26 RPM സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യാൻ ലഭ്യമാകാത്തതിനാൽ ഡ്രില്ലിംഗ് മെഷീനിലെ പുള്ളിയിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ റേഞ്ചായ 1000 RPM സ്പിൻഡിൽ സ്പീഡ് സെലക്ട് ചെയ്യുക. 8 mm ഹോൾ ഡ്രിൽ ചെയ്യുന്നതിനായി സെലക്ട് ചെയ്ത സ്പിൻഡിൽ സ്പീഡ് 1000 RPM. ഡ്രില്ലിംഗ് ഫീഡ് അതായത് എക്സ് എന്നത് ഒരു ഡ്രില്ലിന് ഒരു പൂർണ്ണ ഭ്രമണത്തിൽ വർക്കിലേക്ക് പ്രവേശിക്കേണ്ട ദൂരമാണ്. ഫീഡിൻ്റെ നിരക്ക് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആവശ്യമായ ഫിനിഷിംഗ്, ഡ്രിൽ ബിറ്റ് ടൈപ്പ്, ഡ്രിൽ ബിറ്റ് മെറ്റീരിയൽ, ഡ്രിൽ ചെയ്യേണ്ട മെറ്റീരിയൽ, ഡ്രിൽ ബിറ്റ് ഡയാമീറ്ററിനനുസരിച്ചുള്ള ഫീഡിൻ്റെ ശ്രേണി പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. ഡ്രില്ലിംഗ് മെഷീൻ്റെ വർക്കിംഗ് ടേബിൾ ചിപ്പുകളില്ലാത്ത വിധത്തിൽ വൃത്തിയാക്കുക. ജോബ് ഡ്രില്ലിംഗ് മെഷീൻ വൈസിൽ ഹോൾഡ് ചെയ്യുക. ചക്കിൽ 4 mm ഡയമീറ്റർ ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. 4 mm ഡ്രിൽ ബിറ്റിന് അനുയോജ്യമായ സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുക. 4, 6 എന്നീ പഞ്ച് ചെയ്ത മാർക്കുകളിൽ 4 mm ഹോളുകൾ ഡ്രിൽ ചെയ്യുക. പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ത്രൂ ഹോൾ ഡ്രില്ലിങ്ങിന് ബാക്കിയുള്ള സെൻറ്റർ പഞ്ച്ഡ് മാർക്കുകളിലൂടെ 7 പൈലറ്റ് ഹോളുകൾ ഡ്രില്ല് ചെയ്യുക. പൈലറ്റ് ഹോളുകളിൽ ആവശ്യമായ ഹോളുകൾ സ്റ്റെപ്പ് ആയി ഡ്രിൽ ചെയ്യാൻ ചക്കിൽ 6 mm ഡയമീറ്റർ ഡ്രിൽ ബിറ്റ് പിടിപ്പിക്കുക. സ്പിൻഡിൽ ചക്കിലേക്ക് 8 mm ഡ്രിൽ ബിറ്റ് ഘടിപ്പിച്ച് 1, 3, 7, 9 പോയിന്റുകളിൽ 4 8 mm ത്രൂ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ ഉചിതമായ സ്പീഡ് സെറ്റ് ചെയ്യുക. 8 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് പോയിന്റ് 2, 5, 8 എന്നിവയിൽ ഡ്രിൽ ചെയ്യുക. 2, 8 പോയിന്റുകളിൽ 2 10 mm ത്രൂ ഹോളുകൾ ഡ്രിൽ ചെയ്യുവാൻ സ്പിൻഡിൽ ചക്കിലേക്ക് 10 mm ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. 16 mm ത്രൂ ഹോൾ ലഭിക്കുന്നതിന് 0.5-ൽ ആദ്യം 10 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ആരംഭിച്ച് ഹോൾ ഡ്രിൽ ചെയ്യുക. നമുക്ക് 0.5-ൽ 10 mm ത്രൂ ഹോൾ ലഭിക്കേണ്ടതുണ്ട്. അതേ 0.5-ൽ 16 mm ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുന്നതിന് നമ്മൾ ആദ്യം 10 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ സ്ലീവിൻ്റെ സഹായത്തോടെ സ്പിൻഡിൽ 14 mm ഡ്രിൽ ബിറ്റ് ഘടിപ്പിച്ച് ഉചിതമായ സ്പീഡ് സെറ്റ് ചെയ്യുക. 0.5-ൽ നമുക്ക് 14 mm ത്രൂ ഹോൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതേ 0.5-ൽ 16 mm ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുന്നതിന് സ്ലീവിൻ്റെ സഹായത്തോടെ സ്പിൻഡിലിൽ 16 mm ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. 0.5-ൽ നമുക്ക് 16 mm ത്രൂ ഹോൾ ലഭിക്കേണ്ടതുണ്ട്. ജോബ് ഫിനിഷ് ചെയ്ത് എല്ലാ മൂലകളും ഡീബർ ചെയ്യുക. നേരിയ കോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. മുൻകരുതലുകൾ: ഡ്രില്ലിംഗ് സമയത്ത് കൂളൻ്റ് ഉപയോഗിക്കുക. ഡ്രിൽ ചക്കിൽ ഡ്രിൽ ബിറ്റ് ഉറപ്പിക്കുന്നതിനായി ചെക്ക് കീ ഉപയോഗിക്കുക. ഡ്രില്ലിംഗ് മെഷീൻ സ്പെൻഡിലിൽ നിന്നും ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റ് നീക്കം ചെയ്യുന്നതിനായി ഡ്രിഫ്റ്റ് ഉപയോഗിക്കുക. ഡ്രിഫ്റ്റ് പുറത്തെടുക്കുന്നതിനായി അതിന്മേൽ ഹാമർ ചെയ്യരുത്. സ്പിൻഡിലിൻ്റെ RPM ഡ്രിൽ ബിറ്റിൻ്റെ ഡയാമീറ്ററിന് അനുയോജ്യമായി അഡ്ജസ്റ്റ് ചെയ്യുക.
ആവശ്യത്തിന് ശേഷം ഡ്രിൽ ബിറ്റ്, ഡ്രിൽ ചക്ക് എന്നിവ നീക്കം ചെയ്യുക. ഡ്രിൽ ബിറ്റ് വൈസിലേക്ക് തുളച്ചു കയറുന്നില്ലെന്ന് ഉറപ്പാക്കുക. ചിപ്സ് നിങ്ങളുടെ നഗ്നമായ കൈകൾ കൊണ്ട് നീക്കം ചെയ്യരുത്. ബ്രഷ് ഉപയോഗിക്കുക. മെഷീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബെൽറ്റ് മാറ്റാൻ ശ്രമിക്കരുത്. നാം പഠിച്ചവ ഒന്നുകൂടി നോക്കാം. എന്താണ് ഡ്രില്ലിംഗ് എന്ന് പ്രസ്താവിക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രിൽ ഹോൾ സെൻറ്ററുകൾ മാർക്ക് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീനിൽ കൃത്യമായ സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുക. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോളുകളിലൂടെ ഡ്രിൽ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് മാർക്കിംഗ് ഓഫും ഡ്രില്ലിംഗ് ത്രൂ ഹോൾസും എന്ന ഈ സെഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.